ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ചെടിയാണ് ചൈനീസ് കോർട്ടൺ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ ചെടിയെ നോർത്ത് ഇന്ത്യയിലൊക്കെ ലൈല മൊഞ്ചൻ എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഇലയുടെ ഭംഗി കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് വശം നല്ലൊരു റെഡിഷ് കളറായിരിക്കും കേട്ടോ. നല്ലൊരു റെഡിഷ് കളറാണ്. അതുകൂടാതെ ഇതിൻ്റെ ലീഫിൻ്റെ മുകൾ വശത്ത് ഒരു പീച്ചും ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു പീച്ചൊക്കെ കലർന്നിട്ടുള്ളൊരു മങ്ങിയ ഗ്രീനോ ഒരു പീച്ച് കളറായിട്ടാണ് കേട്ടോ. വൈറ്റ് അല്ല, പീച്ച് കളറായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 3 കളർ കൂടുന്ന ഒരു ചെടിയാണ്. ലീഫിന് അത്രയ്ക്കും ഭംഗിയാണ്. അപ്പോൾ ഇത് നല്ല വെയിലത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് വശത്തുള്ള റെഡിഷ് കളറും കൂടി നമുക്ക് പിന്നെ കാണുന്ന രീതിയിൽ അതിൻ്റെ കളർ വ്യത്യാസം വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ അടുത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, അതിലത് പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് ഈ റെഡിഷ് കളർ എല്ലാം കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ലീഫിലേക്ക് വന്നിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് എന്ത് വേണോ, നന്നായിട്ട് സൺലൈറ്റ് വേണം കേട്ടോ. നല്ല സൺലൈറ്റുള്ള സ്ഥലത്താണ് ഈ ചെടി വെക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓവർ ഡയറക്റ്റ് സൺലൈറ്റ് നട്ടുച്ചക്ക് ഈ വേനൽക്കാലത്ത് നല്ലൊരു നട്ടുച്ചക്കുള്ള ആ ഒരു വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് കുറച്ച് കരിവാളിപ്പ് വരും. അപ്പോൾ ആ രീതിയിൽ വെക്കാതെ നമ്മൾ പിന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ എന്തായാലും ഈ ചെടിക്ക് മസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് വെയിൽ വേണം. വെയിൽ കിട്ടുന്നതിന് ശേഷം ഇപ്പോൾ ആദ്യം കാണിച്ചതിന് കാട്ടി കുറച്ചും കൂടി കളറിങ് കണ്ടില്ല. അടിവശത്തെ കളർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു റെഡിഷ് കളർ നല്ല രീതിയിൽ നമുക്ക് കാണിക്കുന്നത് കുറച്ചും കൂടി വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോഴാണ്. അപ്പോൾ വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ഈ ചെടിക്ക് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇത്. കണ്ടില്ലേ, ഈ വെയിൽ കട്ടിയപ്പോൾ വെയിലുള്ള സ്ഥലത്ത് വെച്ചപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ഭംഗി അടിപൊളി കളറാണ് കേട്ടോ ഇതുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് നല്ല സൂര്യപ്രകാശം വേണം. പിന്നെ നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് ദിവസവും നമ്മൾ നനച്ച് കൊടുക്കണം. ഇനി 2 നേരം നനയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. കാരണം ഇത് നനച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ വളർത്തുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. നമ്മൾ ഇന്ന് നനച്ചിട്ട് നാളെ നമ്മൾ നനച്ചിട്ടില്ലെങ്കിൽ നാളത്തേക്ക് അത് വാടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കൊണ്ട് നല്ല രീതിയിൽ അപ്പോൾ ഞാൻ ഓരോ ചെടി കാണിക്കുന്നത് സൺലൈറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ടാണ് ഈ ലീഫിന് വരുന്ന ചേഞ്ചിങ് കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം കാണിച്ചതിനൊക്കെ നല്ല റെഡിഷ് കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സൺലൈറ്റ് കുറഞ്ഞ സ്ഥലത്തുള്ള ആകുമ്പോൾ നമുക്ക് കുറച്ച് കളറിങ് കിട്ടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകം. നമ്മൾ കുറച്ച് സൺലൈറ്റുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. വെള്ളം ആവശ്യത്തിന് കൊടുക്കണം. പിന്നെ നമ്മൾ എല്ലാ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിന് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ് കേട്ടോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത്. നമുക്കറിയാം നൈട്രജൻ കണ്ടൻറ്റ് ഒരുപാടുള്ള ഇതാണ് ചാണകപ്പൊടി. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് നഴ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു സുന്ദരി ചെടിയും കൂടിയാണിത്. അപ്പോൾ ഈ ചെടി നമുക്ക് ഇനി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മറ്റു ചെടികൾക്കൊക്കെ നമ്മൾ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ NPK സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇലച്ചെടിക്ക് നമുക്ക് സ്പ്രേ ചെയ്യട്ടോ. അതുകൂടാതെ നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ടി മിക്സ് എടുക്കണം. അതിൽ മണൽ, ചാണകപ്പൊടി, കൊക്കോപ്പിറ്റൊക്കെ ഇട്ട് നല്ലൊരു പോട്ടി മിക്സിൽ വെള്ളം വാർന്നു പോകുന്ന ഇതിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടിങ്സാണ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ കുഞ്ഞു പൂക്കളുണ്ടാവും കേട്ടോ. കുഞ്ഞു പൂക്കൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. ഇലയുടെ ഭംഗി കൊണ്ടാണ് നമ്മൾ എന്തായാലും ചെടി വളർത്തുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാനിത് കട്ടിങ്സ് എടുത്തിട്ട് നട്ടിട്ട് വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൽ ഞാനത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു 4 5 അല്ലെങ്കിൽ 6 ഇല വെച്ചിട്ടുള്ള നമുക്കിതിൻ്റെ മൂത്ത കമ്പ് വേണോ ഇളയ കമ്പ് വേണോ എന്നല്ല, ഏത് കമ്പും നമുക്ക് പിടിച്ച് കിട്ടും. പിന്നെ അപ്പോൾ നമുക്ക് ആ കമ്പ് എടുത്തിട്ട് ഒരു 1 2 കമ്പ് എടുക്കുക. ഒരു 2 3 കമ്പ് എടുത്തിട്ട് ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിലായാലും 1 2 കമ്പ് വെച്ച് കൊടുക്കട്ടോ. 1 2 കമ്പ് വെക്കുക. നമ്മൾ ഉജീനിയം പ്ലാന്റ്സൊക്കെ 1 2 കമ്പ് വെച്ചാൽ ചിലപ്പോൾ ഒരു 5 കമ്പ് വെച്ചാൽ 2 കമ്പ് വയ്ക്കാൻ നമുക്ക് പിടിക്കുക. അതുപോലെ 2 3 കമ്പ് വെച്ചിട്ട് നമ്മളൊരു പൂയി മണ്ണിൽ, അതായത് മണൽ മാത്രം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഓൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു മഴക്കാലത്തിൻ്റെ പ്രീതി, വേനൽക്കാലത്താണ് നമ്മൾ കട്ടിങ്സ് എടുത്ത് വേര് പിടിപ്പിക്കുന്നെങ്കിൽ ഒരു മഴക്കാലത്തിൻ്റെ പ്രീതി പോലെ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. തണലുള്ള ഭാഗത്ത് കൊണ്ടുപോയി വെക്കേണ്ടോ. ഇനി അതല്ല നമുക്ക് അത് പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നുണ്ടെങ്കിൽ വേറൊരു കവർ കൊണ്ട് നമ്മളത് മൂടി വെച്ചിട്ട്, ഉജീനിയം പ്ലാന്റ്സ് ഒക്കെ ചെയ്യും പോലെ നമുക്ക് ഒരു കവർ മേലേന്ന് മൂടി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ചുറ്റി കെട്ടിയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വേര് പിടിക്കട്ടോ. അതൊന്നല്ലെങ്കിൽ നമുക്ക് പൂഴിമണ്ണിൽ വെച്ച് കൊടുത്താൽ
നല്ല രീതിയിൽ വേര് പിടിപ്പിക്കുന്നതാണ്, പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയും കൂടിയാണ്. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. കാരണം ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇത് ശരിക്കുള്ള നമ്മുടെ കോട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൂടി ഒന്ന് കാണിക്കാൻ ഭംഗി കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ സെറ്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് പിന്നെ ചൈനീസ് കോട്ടൺ പ്ലാന്റിന് ലൈല മജ്നു എന്ന് വിളിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇലയുടെ ഭംഗി കൊണ്ട് മാത്രമാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞ വിലക്ക് നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് കോട്ടൺ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇല്ലാത്തവർ, അതേ വീട്ടിലില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിക്കോളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.